നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വരാനുള്ള റീസൺ എന്താണ്? അല്ലെങ്കിൽ കുറേ പേർക്കെങ്കിലും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെയാണ്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്? അതൊരു വ്യക്തി കാരണമാണോ അതോ അവരുടെ സിറ്റുവേഷൻ ആണോ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ പെട്ടെന്ന് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്ന് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഫീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലും പഴയതുപോലെ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാത്തതിന്റെ റീസൺ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ കുറേ പേരെങ്കിലും ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുള്ളവരായിട്ടാണ് കാണുന്നത്. സോ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടയർഡ് അപ്പ് ആയിട്ടുള്ള ഒരു ഓൾ ടയർഡ് അപ്പ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള, ഭയങ്കര ടയർഡ് അപ്പ് ആയിട്ടുള്ള അത്തരമൊരു എനർജിയാണ് നിങ്ങൾ ഒരുപാട് അത്തരമൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഫിസിക്കലി, മെന്റലി ഒക്കെ തന്നെ നിങ്ങൾ ഡൗൺ ആയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പില് അത്രയധികം നിങ്ങളെ ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളതായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് നിങ്ങൾ ഇപ്പോഴും ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം. സോ അത്രയധികം നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. സോ അത്രയധികം ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ടയർഡപ്പ് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള അത്തരം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടയർഡപ്പ് എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. കാരണം ഒരുപാട് വിഷമം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെയുള്ള ഒരുപാട് രീതിയിലുള്ള വിഷമങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം. അത് മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്ത്, ആ ഒരു സമയത്തൊക്കെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരിക, ആ ഒരു കാര്യത്തിലും ഒക്കെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളൊരു ടൈഡപ്പ് സിറ്റുവേഷനിലായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഒരു ഓർമ്മകളോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഇഷ്ടവും ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് ശ്രമിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ടയർഡപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എതിർപ്പുകൾ അല്ലെങ്കിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നേരിടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത്. അത്രയധികമായിട്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി കുറച്ച് ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നവർ ഇതിനിടയിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ ആ ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്. സോ അത്രത്തോളം അവർക്ക് ഒരു ഡിസിഷൻ, കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ അവരെത്രത്തോളം വേദനിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നുണ്ട്. സോ ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്നതായിട്ട് ഇവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. കാരണം ഒരു ഫിനാൻഷ്യലി ഉള്ളൊരു പ്രശ്നത്തെക്കാൾ ഉപരിയായിട്ട് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഉണ്ട്. അത് തന്നെയല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കാനായിട്ട് അവർക്ക് ഒരു രീതിയിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് അവർക്ക് ഇഷ്ടമല്ല. സോ അത് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക്, അതായത് നിങ്ങൾക്കും അവർക്കും ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപാട് എതിർക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പലപ്പോഴും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് വരേണ്ടതും ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെയും, അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ ഒരു നോക്കൗട്ട് സിറ്റുവേഷനിലേക്കൊക്കെ ആയി പോയതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലമായിരിക്കാം. സോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മനസ്സുകൾ നമ്മൾ ഒരുപാട് ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ വേദനിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അത്രയധികമായിട്ട് അവരുടെ കണ്ണുകൾ പോലും മൂടപ്പെട്ട രീതിയിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അവരെ ഭയങ്കരമായിട്ട് തന്നെ അവരെ മാറ്റിമറിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ചിന്തകളെ പോലും തിരിച്ചു വിടുന്ന രീതിയിൽ അവർ ഈ ഒരു തേർഡ് പാർട്ടി ഒരുപാട് ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എതിർപ്പ് അവർ മനസ്സാലെ പോയതല്ല, അല്ലെങ്കിൽ മനസ്സോടു കൂടി മാറി നിൽക്കുന്നതല്ല. ഒരു ഗ്രൂപ്പോ നിങ്ങളെപ്പോലെ തന്നെ വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനിടയിൽ എതിർപ്പുകൾ വരുത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് പോകുമ്പോഴൊക്കെ തന്നെ അവർക്ക് പല രീതിയിലുള്ള എതിർപ്പുകൾ വരുന്നു. അവർ രണ്ട് രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു. ഭയങ്കര കൺഫ്യൂഷൻ വരുന്നു. എങ്ങനെ ഡിസിഷൻ എടുക്കും, ആർക്ക്, മീൻസ് അവർ അത്രത്തോളം കൂടുതൽ പേർക്ക് ഇതൊരു ഫാമിലിയിലുള്ളവർ തന്നെ ആയിരിക്കണം ഈ ഒരു എതിർപ്പ് ഒക്കെ തന്നെ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണോ എന്നുള്ള രീതിയിൽ എന്താണ് ഒരു ഡിസിഷൻ കറക്റ്റ്, അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റുകൾ, ഒരു കാർഡ് എനർജി ഒക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക്
അളന്ന് തൂക്കി ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ വരികയാണ്. കാരണം രണ്ടുപേരും ഒരുപോലെ പ്രിയപ്പെട്ടവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഫാമിലിയിലുള്ളവർ തന്നെ അവരുടെ അച്ഛനോ അമ്മയോ ഒക്കെ തന്നെ ആയിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപാട് എതിർക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് രണ്ടുപേർക്കും ഒരു രണ്ടുപേരെയും ഭയങ്കര രീതിയിൽ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ഒന്നും തന്നെ സാധിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാണ് ഈ ഒരു സമയത്ത് ഒരുപാട് വിഷമത്തിലായിട്ട് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയിലുള്ള ഒരു എതിർപ്പായിരിക്കാം കൂടുതലും. അങ്ങനെയാണ് കൂടുതലും. കാരണം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടി ആരാണോ അല്ലെങ്കിൽ അവരെ പോലും ഒരുപാട് വേദനിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിൽ അതിപ്പോ നിങ്ങളുടെ ഒരു രണ്ടുപേരുടെയും ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് അവർ ഒരുപാട് കൂടുതൽ പേർക്കും ചിലപ്പോൾ ഒരുപാട് ഡിഫറൻസസ് ഒക്കെ ഉള്ള ഒരുപാട് ഡിഫറൻസ് ഉള്ള റിലേഷൻഷിപ്പ്, അതായത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഒരു ഏജ് വൈസ് അല്ലെങ്കിൽ കാസ്റ്റ് വൈസ് ഒക്കെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പല രീതിയിലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ എതിർക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ രണ്ടുപേരും മനസ്സാലെ അല്ല മാറി നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഒരു ഓൺ ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടിയും നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് അടുത്ത് പോയിട്ടുള്ളവരാണ്, ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. ഇപ്പോഴും നിങ്ങൾ പരസ്പരം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ഒരു നിങ്ങൾ എന്താണോ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലൊരു ഇഷ്ടമാണോ നിങ്ങളുടെ വ്യക്തിയോട് തോന്നുന്നത് എന്ന് ഒന്നും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. സോ അതുകൊണ്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടൊരു പലർക്കും സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടിയും പഴയതുപോലെ ഒരു സ്ട്രെങ്ത് കുറയുന്ന പോലെയുള്ളൊരു ഫീലൊക്കെ തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കൂടുതൽ പേർക്ക് ഇവിടെ ഞാൻ വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തികളാണ്, നിങ്ങൾക്ക് അത്രത്തോളം വേണ്ടപ്പെട്ടവരാണ്, അങ്ങനെയാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു എതിർപ്പിനെ മറികടന്നുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാനോ അല്ലെങ്കിൽ അതിലൊക്കെ തന്നെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ പോലും ഒരു തടസ്സം വരുന്നുണ്ട്. ഒരു ഒരുപാട് സ്റ്റാറ്റസ് വൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പേർക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ അല്ല. അപ്പോൾ ആ ഒരു കാര്യം ഏതാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മെയിനായിട്ട് ഇവിടെ ഒരു തടസ്സം പോലെ അവർ പറയുന്നത് കൂടുതലും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കാനോ നിങ്ങൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെ എതിർക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത് പോവേണ്ടത് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഒരു ടൈഡപ്പ് അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കര ടൈഡപ്പ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. സോ ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളും ഇങ്ങനെ അവസ്ഥയിലാണ് എന്നുള്ളതൊക്കെ തന്നെ കുറച്ച് പേർക്കെങ്കിലും പരസ്പരം അറിയാമായിരിക്കും. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. ഫാമിലി സപ്പോർട്ട് കുറവാണ് അല്ലെങ്കിൽ ഫാമിലിയിൽ ഇങ്ങനെ ഒരു എതിർപ്പ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ വേദനിക്കുക എന്നൊക്കെ കരുതിയിട്ടോ. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് പിടിക്കുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ ഇങ്ങനത്തെയുള്ള അവസ്ഥകളൊക്കെയാണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമയോടുകൂടി നിങ്ങൾ ഈ ഒരു സാഹചര്യം മാറുമെന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ മനസ്സിലാവുന്നുണ്ട്.